ഹലോ, ഞാൻ വളരെ വിഷമമുള്ളൊരു കാര്യം പറയാനാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ജസ്റ്റിസ് ഫോർ ജിയാന എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു എന്താണ് സംഭവം. അപ്പോൾ ആ വീഡിയോ ഓൾറെഡി എല്ലാവരും കണ്ട്, പക്ഷെ എല്ലാവർക്കും എന്താണ് സംഭവം എന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്ന് നമ്മുടെ ആ കുഞ്ഞു മോക്ക് ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അവരുടെ പെർമിഷനോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ വീഡിയോകളൊന്നും അധികം ചെയ്യാനില്ല, കാരണം അവരുടെ പെർമിഷൻ നമുക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സംഭവം ഞാൻ ഇവിടെ അതിൻ്റെ പേപ്പർ കട്ടിങ്ങും ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് കയറിയിട്ട് കാണാം. സംഭവം എന്താ വെച്ചാൽ കഴിഞ്ഞ തിങ്കളാഴ്ച 2-നും 2-15-നും ഇടയിൽ അവർക്കൊരു കോള് വരാണ്. മോൾക്ക് ജിയാന എന്ന കുഞ്ഞുവാവയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞിട്ട് അവരെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ, സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ ആ കുട്ടീനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പോകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കുട്ടിക്ക് എന്താണ് സീരിയസ് ആണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ സ്കൂളിലത്തെ അധികൃതർ പറഞ്ഞു വെച്ചാൽ കുട്ടി കളിക്കുമ്പോൾ വീണു എന്നാണ്. പക്ഷെ ഡോക്ടറിന്റെ ഒരു റിപ്പോർട്ട് അതായത് ഡോക്ടർ കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ കുട്ടി കുറച്ച് ഉയരത്തുനിന്ന് വീണിട്ടാണ് പരിക്ക് പറ്റിയിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇവരൊന്നാമത് അത് ആദ്യത്തെ നുണ പറഞ്ഞു. അപ്പോൾ അത് കാരണം അവർക്ക് ആദ്യം തന്നെ അവരിങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് കുറച്ചുകൂടെ ചികിത്സ കൊടുക്കാൻ പറ്റുമായിരുന്നു. അതൊരു അവരുടെ മിസ്റ്റേക്കായി സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന്. പിന്നെ രണ്ടാമത് വെച്ചാൽ അവർ ഈ ന്യൂസ് കട്ടിങ്ങിൽ ആണ് അവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ന്യൂസ് കട്ടിങ്ങിൽ അവർ പറഞ്ഞു വെച്ചാൽ അവരുടെ സ്കൂളിന്റെ, അതായത് ഈ കുട്ടി ജിയാന എന്ന മോള് പഠിക്കുന്ന സ്കൂളിന്റെ പ്രിൻസിപ്പൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടിലൊരു ആയേനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത്ര. അപ്പോൾ അവരുടെ ജോലി കാര്യങ്ങൾ അത്ര വൃത്തിയല്ലാത്തതുകൊണ്ട് അവർ പ്രിൻസിപ്പളിനോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ എന്തോ വാക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, വർത്താനം. അത് പിന്നെ പറഞ്ഞ അവസാനം സോൾവ് ചെയ്തതിന് ശേഷം വീണ്ടും അവർ ജോലിക്ക് വന്നായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവരുടെ ഫോണ് ദൂരെ വലിച്ചെറിഞ്ഞ രീതിയിൽ കണ്ടു എന്നാണ് അവർ പറയുന്നത്, ആ ന്യൂസിനകത്ത് പറയുന്നത്. അപ്പോൾ അത് ആര് കളഞ്ഞു വെച്ചപ്പോൾ മോള് എറിഞ്ഞു എന്നാണ് പറഞ്ഞത്. ജിയാന എന്നുള്ള കുഞ്ഞു ആവ എറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മോളെ കൊണ്ട് ഇത്രയും ദൂരത്തിൽ എറിയാൻ പറ്റില്ല എന്നുള്ളത് ഇവർ അങ്ങോട്ടും സംസാരിച്ചപ്പോൾ തൊട്ടടുത്തുള്ള CCTVയിൽ നമ്മൾ ചെക്ക് ചെയ്യാം, അതപ്പോൾ ആരാണ് ചെയ്തതെന്ന് കാണാൻ എന്നുള്ള രീതിയിൽ നാളെ ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞതിന് പിറ്റേ ദിവസമാണ് ജിയാന എന്നുള്ള പൊന്നുമോൾക്ക് ഇങ്ങനൊരു സംഭവം സംഭവിച്ചത്. ഇപ്പോൾ മോള് നമ്മുടെ കൂടെ ഇല്ല. ഭയങ്കര വിഷമമുള്ളൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഒന്നാമത് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര ഇതാണ്. അപ്പോൾ ഇത് എനിക്ക് അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമമല്ല. നമുക്ക് മക്കളൊക്കെ ഉണ്ടാകും, എല്ലാ മക്കളും നമ്മുടെ മക്കളാണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെന്തായാലും മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അവർക്ക് ആ അവർക്ക് ജസ്റ്റിസ് കിട്ടുന്നവരെ, അത് എന്താണ് സംഭവം എന്ന് ശരിക്കും എന്താണ് അവിടെ നടന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കണല്ലേ. അങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ടാണ് മക്കളൊക്കെ സ്കൂളിലേക്ക് വിടുന്നത്. അപ്പോൾ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് വൈകുന്നേരം വരെ കുട്ടികളെ നോക്കുക, റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ. അപ്പോൾ അവർ എന്തെങ്കിലും തരത്തിലുള്ള അപാകത കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് ജിയാന എന്നുള്ള മോക്ക് പറ്റിയത് വേറെ ആർക്കും ഒരിക്കലും പറ്റരുത്. ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അറിയണം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അവർക്ക് ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യുക അവരുടെ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വന്ന കൂടുതലൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ മാക്സിമം പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിയമപരമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ന്യൂസ് ഞാൻ ഇതിൻ്റെ താഴെ ഈ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. നിങ്ങൾ അവരായിട്ട് നേരിട്ട് അവരുടെ പാരൻസായിട്ട് സംസാരിക്കാനാണെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുക്കാം. നിങ്ങൾ മാക്സിമം അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളിലേക്ക് ഈ സംഭവം എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാം. ഓക്കെ.